ദുരന്തമുഖത്ത് പകച്ചു നിൽക്കുകയാണെങ്കിലും അതിനെ നേരിടാനുള്ള മാർഗങ്ങളിൽ കേരളം ഒറ്റക്കെട്ടായി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ വയനാട്ടിൽ ഉടനീളം കാണുന്നത്. ഏത് ദുരന്തത്തെയും അതിജീവിച്ച ഒരു ചരിത്രമാണ് കേരളത്തിനുള്ളത്. ആ രീതിയിൽ അവിടെ മണ്ണിൽ പുതഞ്ഞു പോയവരെ, ഒറ്റപ്പെട്ട് കിടക്കുന്നവരെ എല്ലാം ജീവിതത്തിൻ്റെ മറുകരയിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തന്നെ നടക്കുകയാണ്. റിയാസ് KM തുടരുന്നുണ്ട്. റിയാസ്, വയനാട്ടിലെ ആശുപത്രികളിലെല്ലാം തന്നെ ഹൃദയം നുറങ്ങുന്ന കാഴ്ചകളാണുള്ളത്. വിംസിലും മേപ്പാടി CHCയിലും ഒക്കെ ഉറ്റവരെ തേടി ഉടയവരെ തേടിയൊക്കെ അലയുന്ന നിരവധി പേരുണ്ട്. പരിക്കേറ്റവരെ കൊണ്ട് ആശുപത്രികൾ നിറഞ്ഞിരിക്കുന്നു. അവിടെയൊക്കെയുള്ള സ്ഥിതിവിശേഷം എന്താണ്? വിംസ് ആശുപത്രിയിലും മേപ്പാടി ആശുപത്രിയിലും ബത്തേരി ഒപ്പം തന്നെ വൈത്തിരി ആശുപത്രികളിലും എല്ലാം തന്നെ പരിക്കേറ്റവരുടെ അല്ലെങ്കിൽ മരണപ്പെട്ടവരുടെ എല്ലാം തന്നെ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നുണ്ട്, പരിക്കേറ്റ മനുഷ്യരെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ പരിസരങ്ങളിൽ ആളുകളുടെ ബന്ധുക്കളുടെ വിലാപങ്ങൾ, കണ്ണീരുകൾ, വേദനകൾ ഇങ്ങനെ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ കൺമുന്നിൽ മരണം കാണേണ്ടി വന്ന പ്രിയപ്പെട്ടവരുടെ മരണം കൺമുന്നിൽ കാണേണ്ടി വരുന്നതിൻ്റെ വേദന അതൊരുപക്ഷെ വാക്കുകൾക്കും അതീതമാണ് ലബീഷ്. അത് പറഞ്ഞറിയിക്കാനാകുന്ന ഒരു സാഹചര്യമല്ല നമുക്കൊന്നുമുള്ളത്. അത് അത്രമേൽ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന ഒരു വേദനയുണ്ട്. അത് കൺമുന്നിൽ വെച്ചാകുമ്പോഴുണ്ടാകുന്ന ഒരു വേദന, അതൊരു പ്രകൃതി ദുരന്തത്തിൽ നിന്നും അവരെ രക്ഷപ്പെടുത്താനാകാതെ നമ്മൾ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു കാഴ്ചയാണ് വയനാട്ടിലെ ആശുപത്രികളിലെല്ലാം തന്നെ കാണുന്നത്. നിലമ്പൂരിലെ ആശുപത്രി, മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലെ ആശുപത്രിയിലാണെങ്കിൽ ഇതിനേക്കാൾ ദയനീയമായ മറ്റ് കാഴ്ചകളാണ്. കാരണം ഈ ചാലിയാർ പുഴയിലൂടെ ഒഴുകി വരുന്ന മൃതദേഹങ്ങൾ, അതിൻ്റെ ശരീരാവശിഷ്ടങ്ങളാണ് ചിലതൊക്കെ കിട്ടുന്നത്. ചില ഉടലിൽ മാത്രമായിട്ട് അരയ്ക്ക് കീഴ്പോട്ട് മാത്രമായി, കൈ മാത്രമായി, അങ്ങനെ അരയ്ക്ക് മുകളിലോട്ട് മാത്രമായി ഉള്ള ഒരു ദയനീയമായ ഒരു കാഴ്ച, മനുഷ്യ ശരീരം വേർപെട്ട് കിട്ടുന്ന ഒരു കാഴ്ച. അത് അങ്ങേയറ്റം വേദനാജനകമായ ഒരു കാഴ്ചയാണ് കാണുന്നത്. ഈ മുണ്ടക്കൈ ആയാൽ പോലും, ചൂരൽമലയായാൽ പോലും ആശുപത്രികൾക്ക് അപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം വരെ എല്ലാവരും ഒരുമിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് നിന്നിരുന്ന ഒരു പ്രദേശം, ആ പ്രദേശം പൊടുന്നനെ ഒരു ദിവസം. ഇപ്പോൾ നമ്മുടെ പ്രതിനിധി പ്രജേഷ് കൂടി ചേരുന്നുണ്ട്. പ്രജേഷ്, ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? ഒറ്റപ്പെട്ട് കിടക്കുന്ന എല്ലാവരുടെയും അടുത്തേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടോ? ലിബീഷ്, നമ്മൾ രാവിലെ അവിടെ എത്തുമ്പോൾ കാണാൻ കഴിഞ്ഞ കാഴ്ച എന്ന് വെച്ചാൽ മൃതദേഹങ്ങളുടെയാണ്. ഇപ്പൊ നമുക്കൊരു ആശ്വാസകരമായ ഇതിനിടയിൽ നമുക്കൊരു ആശ്വാസകരമായ അവസ്ഥയാണ് നമുക്കുള്ളത്. ഇപ്പൊ ഓരോ സ്ഥലത്ത് അട്ടമല പോലെയുള്ള പ്രദേശങ്ങളിൽ ഇന്നലെ നമുക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് അവിടെ എത്തിച്ചേർന്ന് അവിടെ കുടുങ്ങിയിരിക്കുന്ന ഒട്ടനവധി ആളുകളെ ഇങ്ങോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. റോപ്പ് വഴിയാണ് നമ്മൾ ഇങ്ങോട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗ്രീൻ വാലി എന്ന റിസോർട്ടിൽ കുടുങ്ങിയ ആളുകളെയൊക്കെ നമ്മൾ ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം നമ്മൾ ക്യാമ്പിലേക്കും വേണ്ട വൈദ്യസഹായം വേണ്ടവർക്ക് വൈദ്യസഹായം ഹോസ്പിറ്റലിലേക്കും എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ കൂടുതൽ ആളുകൾ ഇനിയും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ? ഇപ്പം 200-ലധികം ആളുകളെ കാണാനില്ല എന്നാണ് നമ്മൾ പ്രാദേശികമായി അന്വേഷിച്ചപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അത് നമുക്ക് രേഖകളിലുള്ള ആളുകളാണ്. അവിടെ ഏകദേശം അവിടെ ഇപ്പോഴും അതിഥി തൊഴിലാളികളായി ഒരുപാട് പേര് അവിടെ ജോലി ചെയ്യുന്ന സ്ഥലം കൂടിയാണ് ഈ അട്ടമല പ്രദേശം. തേയില ഫാക്ടറികളിലും അല്ലാതെ റിസോർട്ടുകളിലുമായിട്ട് അവരെ കുറിച്ചൊന്നും കൃത്യമായ ധാരണ നമുക്ക് ലഭിച്ചിട്ടില്ല. ഇപ്പൊ നമ്മുടെ മുന്നിൽ നിലവിൽ നമ്മളെ മുന്നിൽ വെല്ലുവിളിയായി ഇരിക്കുന്നതും അതുമാണ്. ഈ പല അതിഥി തൊഴിലാളികൾ, നമ്മുടെ നാട്ടിലേക്ക് അതിഥികളായി തൊഴിൽ എത്തിയ ആളുകളെ കുറിച്ചൊരു കൃത്യമായ ഒരു കണക്കും ഇതുവരെ ലഭിച്ചിട്ടില്ല. എങ്കിലും ഒരുപാട് അതെ, അതൊരു തീർച്ചയായിട്ടും ആ കണക്ക് വലിയ പ്രശ്നം തന്നെയാണ്. അതിഥി തൊഴിലാളികളായി എത്തിയവരുണ്ട്, വിനോദസഞ്ചാരത്തിന് വന്നവരുണ്ട്, ഈ റിസോർട്ടുകളിലൊക്കെ ജോലി ചെയ്യുന്ന നിരവധി പേരുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആളുകൾ, അവിടെ നിന്നുള്ള പ്രദേശവാസികൾ പറയുന്ന 200ഓളം പേരിൽ അപ്പുറത്തേക്ക് കാണാതായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്തായാലും അക്കാര്യം കൂടുതൽ അന്വേഷണത്തിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. പ്രതീക്ഷ, മറ്റൊരു കാര്യം, ഈ മുണ്ടക്കൈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിലൊക്കെ വ്യക്തമാകുന്നത്. അവിടെ തകർന്നു കിടക്കുന്ന വീടുകൾക്ക് അടിയിലൊക്കെ മനുഷ്യരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അതിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്നുണ്ടോ? അതെ, തീർച്ചയായിട്ടും മുണ്ടക്കൈ ഭാഗത്തും അട്ടമല ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. വെല്ലുവിളികൾ ഇപ്പോൾ നമുക്ക് വെല്ലുവിളി ചളിയും കല്ലും നിറഞ്ഞ് ആണ് വന്നിരിക്കുന്നത്. ഇന്നലെ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്ത് നിന്നും മരക്കഷ്ണങ്ങളും ചളിയും കല്ലും
ഉരുണ്ട് വന്ന് വീടുകളുടെ മേലെ അടിഞ്ഞു കൂടിയിരിക്കുന്ന അവസ്ഥയാണ്. ഇപ്പൊ നമുക്ക് ചളി മാറ്റി ഇപ്പൊ നമുക്ക് ഈ ബിൽഡിങ്ങിന്റെ കഷ്ണങ്ങളെല്ലാം അടിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നമുക്ക് ഇവിടെ എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. നമുക്ക് അത് അവിടേക്ക് ഒത്തിരി ദൂരം നമുക്ക് സദാ എത്തിപ്പെടാൻ പറ്റുന്നില്ല. സൈനികർക്കും മറ്റു രക്ഷാപ്രവർത്തകരാണ് കൂടുതൽ അങ്ങോട്ട് പോകുന്നത്. നമുക്കിപ്പോ എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം കാണാൻ കഴിയുന്നത് ചളിയും മണ്ണും മരക്കഷ്ണങ്ങളും മറ്റവശിഷ്ടങ്ങളെല്ലാം വന്ന് അടിഞ്ഞുകൂടി വീടിന് മുകളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നതാണ് നമുക്ക് പല സ്ഥലങ്ങളിലും കാണാൻ കഴിയുന്നത്. ഇപ്പൊ കട്ടറും മറ്റും ഉപയോഗിച്ച് കട്ട് ചെയ്ത് നമ്മൾ വീട്ടിന്റെ ഉള്ളിലേക്കൊക്കെ പരിശോധന നടത്താൻ വേണ്ടി സൈനികർ ശ്രമിക്കുന്നുണ്ട്. കുറച്ചു മുമ്പ് ഒരു സൈനികനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ വീടിന്റെ മുന്നിൽ ഇരുന്ന നിലയിലാണ് 3 മൃതദേഹങ്ങൾ നമുക്ക് ലഭിച്ചത് എന്നാണ്. അത്തരത്തിൽ നമുക്ക് ഇനിയും കുറച്ച് ദൂരങ്ങൾ കൂടി കടന്നു ചെല്ലേണ്ടതുണ്ട്. ഈ ഉയർന്ന ഭാഗങ്ങളിലേക്കൊക്കെ ഈ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമെന്ന് പറയപ്പെടുന്ന പുഞ്ചിരിമട്ടം തുടങ്ങിയ സ്ഥലങ്ങളിലേക്കൊക്കെ, ഉയർന്ന കേന്ദ്രങ്ങളിലേക്ക്, ഒറ്റപ്പെട്ട ഇടങ്ങളിലേക്ക്, വനത്തിനുള്ളിലേക്കൊക്കെ രക്ഷാപ്രവർത്തകർക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഏകദേശം എല്ലാ സ്ഥലങ്ങളിലേക്കും എത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ചില സ്ഥലങ്ങളെല്ലാം എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്ന് രാവിലെ മുതലാണ് നമുക്ക് കൃത്യമായി അങ്ങോട്ട് കടക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്നലെയെല്ലാം നമ്മൾ ഒരു ഭാഗികമായി മാത്രമാണ് നമുക്ക് ആ ഇടങ്ങളിലെല്ലാം കടന്നു ചെല്ലാൻ കഴിയുന്നത്. ഇന്ന് രാവിലെയാണ് നമ്മൾ റോപ്പും തൽക്കാലം എന്ന് വെച്ച പാലമൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അപ്പുറത്തെ വശത്തേക്ക് ഈ പറയുന്ന അട്ടമല, മുണ്ടക്കൈ എന്ന പ്രദേശങ്ങളിലേക്ക് നമുക്ക് കൂടുതലായി എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും ഒരുപാട് ദൂരം നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. കൃത്യമായ ഒരു എത്ര വീടുകൾ, ഇതിനെ കുറിച്ചൊന്നും നമുക്ക് കൃത്യമായ ഒരു രേഖയും നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. നമ്മൾ അതിനാൽ തന്നെ നമ്മൾ ഇനി എത്തരത്തിൽ കിടക്കുന്നുണ്ടോ, ഉള്ളിൽ അകപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ ഇനിയും നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഈ കാണാതായ ആളുകളിൽ ചിലപ്പോൾ ചിലരൊക്കെയെങ്കിലും ഈ റിസോർട്ടുകളിലോ മറ്റോ അവിടുത്തെ എന്തെങ്കിലും ഈ പള്ളികളിലോ മറ്റോ അഭയം തേടിയവരുണ്ടാവില്ല. അങ്ങനെയെങ്കിൽ അതൊരു ആശ്വാസകരമായ കാര്യമായിരിക്കില്ലേ? അങ്ങനെ ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് എല്ലാവരും. കാരണം നമ്മൾ കാണാതായ ആളുകളൊക്കെ കുറിച്ച് തന്നെ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ക്യാമ്പുകളിൽ ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് എല്ലാവരും പറയുന്നത്. നമ്മൾ അതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇപ്പം ലഭിച്ചിട്ടില്ല എന്തായിരിക്കുമെന്ന്. എങ്കിലും കാണാതായ ആളുകളെല്ലാം എവിടെയെങ്കിലുമൊക്കെ ജീവിച്ചിരിപ്പുണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഗ്രീൻ വാലി റിസോർട്ടിൽ നിന്നും നമ്മൾ ഏകദേശം ആളുകളെല്ലാം നമ്മൾ ഇക്കരയ്ക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ശരി, പ്രതീക്ഷ കാണാതായ ആളുകളൊക്കെ ജീവനോടെ ഉണ്ടാകട്ടെ എന്നുള്ളൊരു പ്രതീക്ഷ മാത്രമാണ് ഉള്ളത്. പ്രതീക്ഷയിലേക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതനുസരിച്ച് തിരിച്ചെത്താം. റിയാസ് KM തുടരുന്നുണ്ട്. റിയാസ്, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി. അവിടെ നിരവധി തരത്തിലുള്ള ആളുകൾ വന്ന് താമസിക്കുന്ന ഇടമാണ്. പഞ്ചായത്ത് രേഖകളിലോ മറ്റോ ഇല്ലാത്ത ആളുകളുണ്ട്. അതായത് അവിടെ അതിഥി തൊഴിലാളികൾ, റിസോർട്ട് ജീവനക്കാർ, വിനോദസഞ്ചാരികൾ അടക്കം വലിയൊരു വിഭാഗം ആളുകൾ കൂടിയുണ്ട്. അപ്പോൾ ഈ നാട്ടുകാർ പറയുന്ന കണക്കനുസരിച്ചുള്ള 200ഓളം എന്നുള്ളത് അതിനപ്പുറത്തേക്ക് ആളുകൾ പോകാം. മറ്റൊരു ആശ്വാസകരമായ ഒരു പ്രതീക്ഷയുള്ളത് ഈ കാണാതായി എന്ന് പറയുന്ന ചിലരെങ്കിലും ഈ റിസോർട്ടുകളിലോ മറ്റോ പള്ളികളിലോ മറ്റോ അങ്ങനത്തെയുള്ള അതായത് രക്ഷപ്പെടാൻ സാധ്യതയുള്ള ഏതെങ്കിലും പ്രദേശത്തൊക്കെ അഭയം തേടിയിട്ടുണ്ടാകാം എന്നുള്ളൊരു സാധ്യത കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായും ലിബീഷ്, അതിലേക്ക് വരുന്നതിന് മുൻപ് ഇപ്പോൾ മുണ്ടക്കൈയിൽ നടക്കുന്ന ഏറ്റവും പോസിറ്റീവായ ഒരു ഇടപെടൽ അതേക്കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു. രക്ഷാദൗത്യത്തിന് ഹെലികോപ്റ്റർ എത്തിയിരിക്കുന്നു. നേവിയുടെ ഹെലികോപ്റ്ററാണ് രക്ഷാദൗത്യത്തിനായി മുണ്ടക്കൈയിലേക്ക് പറന്ന് ഇറങ്ങുന്നത്. രക്ഷാദൗത്യത്തിന് എന്നതിന്റെ ഭാഗമായി എല്ലാ അവശ്യ വസ്തുക്കൾ വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് നേവിയുടെ ഹെലികോപ്റ്റർ മുണ്ടക്കൈയിൽ എത്തിയിരിക്കുന്നത്. അവശ്യ വസ്തുക്കൾ വിതരണം ചെയ്യുക എന്നൊരു ലക്ഷ്യത്തോടുകൂടി അവിടെ ആരെങ്കിലും, പ്രത്യേകിച്ച് രക്ഷാപ്രവർത്തകരുണ്ട്. ഈ മുണ്ടക്കൈ എന്ന് പറയുന്നത് ചുരൽമലയിൽ നിന്നും നദി കടന്ന് ഈ പുഴ കടന്ന് അതിനുശേഷം നദിക്കരയിലൂടെ നടന്ന് അവിടെ എത്തി 1-2 കിലോമീറ്ററുകളോളം താണ്ടി അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന മനുഷ്യരുണ്ട്. അവിടെ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യരുണ്ട്. അവർക്കുള്ള അവശ്യ വസ്തുക്കൾ എത്തിക്കുന്നതിനായാണ് ഇപ്പോൾ നേവിയുടെ ഹെലികോപ്റ്റർ മുണ്ടക്കൈയിൽ എത്തിയിരിക്കുന്നത്. ഒപ്പം മറ്റൊരു ദൗർഭാഗ്യകരമായ ഹെലികോപ്റ്റർ അവിടേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അട്ടമല വാർഡ് മെമ്പർ NK സുകുമാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം മുൻപ് നമ്മോട് വിവരങ്ങൾ പങ്കുവച്ചിരുന്ന ആളാണ്. സുകുമാർ, താങ്കൾക്ക് ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്?
അവിടെ ഈ മൊബൈൽ റേഞ്ചിന് ചില പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹത്തിലേക്ക് തിരിച്ചെത്താം. റിയാസ്, ഈ ഹെലികോപ്റ്റർ എത്തിയത് അത് രക്ഷാദൗത്യത്തിൽ നിർണായകമായ തന്നെയാണ്. ഇന്നലെയും നിരവധി പേരെ ആകാശമാർഗം രക്ഷപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടോ? ഇത് എയർലിഫ്റ്റിന്റെ ഭാഗമായല്ല, ഇത് അവശ്യ വസ്തുക്കൾ വിതരണം ചെയ്യുക എന്നുള്ളതാണ്. കാരണം അവിടെ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യരുടെ ജീവൻ നിലനിർത്തുക എന്നുള്ളത് കൂടി പ്രധാനമാണ്. അവരെ രക്ഷപ്പെടുത്തുക എന്നതോടൊപ്പം തന്നെ കുടുങ്ങിക്കിടക്കുന്നവർക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ, രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് ആവശ്യമായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, വസ്തുക്കൾ എല്ലാം എത്തിക്കുക എന്നുള്ളതാണ്. ആ ഒരു നേവിയുടെ ഹെലികോപ്റ്റർ ഇപ്പോൾ തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് മുണ്ടക്കൈയിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. മറ്റൊന്ന് എടുത്തു പറയേണ്ടത് ഒരു ദുഃഖകരമായ വിവരം കൂടിയാണ്. മരണം 160 ആയിരിക്കുന്നു എന്നുള്ളത്. ഈ മരണസംഖ്യ വർദ്ധിക്കുകയാണ്. അത് ക്രമാതീതമായി ഇങ്ങനെ കൂടുകയാണ്. ഇനിയും വർദ്ധിക്കുമെന്നുള്ളത് തന്നെയാണ് അവിടെ നിന്നും ഈ മുണ്ടക്കൈയിലുള്ള ആളുകൾ നമ്മോട് വ്യക്തമാക്കുന്ന ഒരു കാര്യം. സ്വാഭാവികമായും മണ്ണിനടിയിൽ പുതഞ്ഞു കിടക്കുന്ന ആളുകളുണ്ട്. ലിബീഷ് ചോദിച്ചതുപോലെ മണ്ണിനടിയിൽ പുതഞ്ഞു കിടക്കുന്ന ആളുകളുണ്ട്. അവരെ കണ്ടെത്തേണ്ടതുണ്ട്. അതിൽ എത്ര പേർക്ക് ജീവനുണ്ടാകും, എത്ര പേർ മരണപ്പെട്ട് കിടക്കും എന്നറിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും ഇപ്പോൾ അതിന് ആവശ്യമായ രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ സൈന്യത്തിന്റെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റാതിരുന്ന വാർഡ് മെമ്പർ NK സുകുമാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം മുൻപും നമ്മളോട് വിവരങ്ങൾ പങ്കുവച്ചിരുന്ന ആളാണ്. ശ്രീ NK സുകുമാർ, താങ്കൾക്ക് ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പങ്കുവയ്ക്കാം. ഹലോ സാർ, നമ്മൾ പറഞ്ഞതിനെക്കാട്ടി എത്രയോ ഭീകരമായ ഒരു അന്തരീക്ഷമാണ്, ഭീകരമായ പൊട്ടലാണ് നമ്മുടെ പ്രദേശത്തിൽ മൊത്തം പൊട്ടിയിരിക്കുന്നത്. ഇപ്പൊ ഞാൻ എന്റെ വാർഡിൽ തന്നെ പറഞ്ഞു, ഇന്നത്തെ പറഞ്ഞ കണക്കിനൊക്കെ അതീതമാണ്. 50ഓളം വീടുകൾ എന്റെ വാർഡിൽ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിലൊരു ആശ്വാസകരമായ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. അവർ നേരത്തെ തന്നെ മാറിയതുകൊണ്ട് വലിയ പ്രയാസമോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. ഇപ്പൊ മെയിനായിട്ട് എല്ലാ ഭാഗങ്ങളിൽ നിന്നും മെയിനായിട്ട് ഇപ്പോഴത്തെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് മുണ്ടക്കായ് പ്രദേശങ്ങളിലാണ്. അതുപോലെ തന്നെ ചൂരമല സ്കൂൾ റോഡിന്റെ ഭാഗത്തും വെള്ളരിമല വില്ലേജിന്റെ ഭാഗത്താണ്. ബോഡികൾ ഇനിയും കുറെ കിട്ടാനുണ്ട്. ആൾക്കാരെ വിളിക്കുമ്പോൾ നമുക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നില്ല, ഫോണുകൾ അവർ എടുക്കുന്നില്ല. അങ്ങനത്തെ മാനസികമായ കുറെ പ്രയാസത്തിലാണ് കൂടെ ഉള്ളവർ നിന്നവർ തന്നെ. ഇന്നലെ ഇന്ന് കാണാൻ ആശ്രിതരും സുഹൃത്തുക്കളും കുടുംബങ്ങളും എല്ലാം എന്താ പറയുക, വാക്കുകൾക്ക് അതീതമായിട്ട് ഇതിന് പറയാൻ മറുപടിയില്ല. അത്രമാത്രം അവസ്ഥ ദുർഘടമാണ്, ദയനീയമാണ്. അട്ടമല പ്രദേശത്ത് എത്രത്തോളം ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്? അട്ടമല പ്രദേശത്തിൽ കംപ്ലീറ്റ് ആൾക്കാരെ നമ്മൾ ക്യാമ്പിലോട്ട് മാറ്റി. ഈ സമയം വരെ ക്യാമ്പിലോട്ട് മാറ്റിയായിരുന്നു. ഇന്നലെ അവര് നമ്മളെ കൂടെ അവിടെ സേഫ് ആയിരുന്നു. ഇന്ന് നമ്മളെല്ലാരും അവരെ ക്യാമ്പിലോട്ട് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റാഫ് മേലെ കൂടെ പോകുന്നുണ്ട്. ഇവിടെ ഇറങ്ങാൻ നിർത്തിയാണ് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി. ആൾക്കാരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇറങ്ങാനുണ്ട്. സംസാരിക്കുന്നില്ല. ഓക്കെ, ഹലോ. ശരി സുകുമാർ, ഈ മൊബൈൽ റേഞ്ചിൻ്റെ പ്രശ്നം തന്നെയാണുള്ളത്. റിയാസ്, ആ വാർഡംഗം സൂചിപ്പിച്ചത് വളരെ ദയനീയമായ ചിത്രമാണ്. നമ്മൾ റിയാസിനോട് ഇന്നലെ രാവിലെ 7 മണിക്ക് സംസാരിക്കുന്നതിലേക്കും ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ഏറി വരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതിനേക്കാളും ഒക്കെ അപ്പുറത്തേക്കാണ് കാര്യങ്ങളെന്നാണ് അവിടെ നിന്നുള്ള പ്രദേശവാസികളും അവിടുത്തെ തദ്ദേശ ഭരണ പ്രതിനിധികളും സന്നദ്ധ പ്രവർത്തകരുമെല്ലാം സൂചിപ്പിക്കുന്നത്. അത്രത്തോളം ഭീകരമായ, കേരളം ഇന്നോളം കണ്ടിട്ടില്ലാത്ത വലിയ പ്രകൃതിയുടെ സംഹാര താണ്ഡവം തന്നെയാണ് ആ മേഖലയിൽ അരങ്ങേറിയത്. ഇപ്പോഴും രക്ഷാപ്രവർത്തകർ മൃതശരീരങ്ങൾ പലയിടങ്ങളിൽ നിന്നും കണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും നിരവധി പേരെ കണ്ടെത്താനുണ്ട്. വളരെ ദയനീയമായ, ദുഃഖകരമായ ഒരു അവസ്ഥയിലൂടെയാണ് കേരളം ഇപ്പോൾ കടന്നു പോകുന്നത്. റിയാസ് പറഞ്ഞു വന്നത് തുടരാം. ലിബീഷ്, ഇതിൽ ഈ രക്ഷാദൗത്യത്തിൽ നമ്മൾ എടുത്തു പറയേണ്ടുന്ന പേര് ഇന്ത്യൻ സൈന്യത്തിൻ്റെത് തന്നെയാണ്. ഇന്ത്യൻ സൈന്യം നടത്തുന്ന സമാനതകളില്ലാത്ത ഒരു രക്ഷാദൗത്യം, ഈ 400-ലധികം ആളുകളെ രക്ഷപ്പെടുത്താൻ നടത്തുന്ന ഒരു പരിശ്രമം, ഇനിയും കുടുങ്ങിക്കിടക്കുന്ന 200-ലധികം പേരെ കണ്ടെത്താൻ നടത്തുന്ന ശ്രമം, ഇതിലെല്ലാം തന്നെ ഇന്ത്യൻ സൈന്യത്തിന്റെ പങ്ക് നിർണായകമാണ്. അവരിപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ അതായത് 122 ഇൻഫൻട്രി ബറ്റാലിയൻ മദ്രാസ് റെജിമെന്റ്, അവർ കോഴിക്കോട് നിന്നുള്ള വെസ്റ്റ് ഹിൽ ബാരക്കിൽ നിന്നുള്ള സംഘമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വെള്ളരിമലയിലെ വനറാണി എസ്റ്റേറ്റിലും ഏല എസ്റ്റേറ്റിലും കുടുങ്ങിയ 17 പേരെ രക്ഷപ്പെടുത്തിയത്. ആ 17 പേരെ രക്ഷപ്പെടുത്തിയത് സൈന്യത്തിന്റെ 2 ഉദ്യോഗസ്ഥർ ചേർന്നാണ് രക്ഷപ്പെടുത്തിയത്. അവരുടെ പേര് അനിൽകുമാർ, ഒപ്പം തന്നെ ജിജിൽ.
ജിജിൽ അനിൽകുമാർ എന്നീ 2 സൈനിക ഉദ്യോഗസ്ഥർ ചേർന്നാണ് ഈ 17 പേരെ രക്ഷപ്പെടുത്തിയത് എന്നറിയുമ്പോഴാണ് സൈന്യത്തിന്റെ ഒരു വലിയ മഹത്വം എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു നിമിഷങ്ങളിലൂടെയാണ് നമ്മുടെ നാട് കടന്നു പോകുന്നത്. ഇത് കൃത്യമായി തന്നെ ഇവിടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ഈ വെസ്റ്റ് ഹിൽ ബാരക്കിലുള്ള കേണൽ നവീൻ ബെഞ്ചിത്തിന്റെ നേതൃത്വത്തിലാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ രക്ഷാദൗത്യമെല്ലാം തന്നെ നടക്കുന്നത്. അതിനു പുറമെയാണ് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഏഴിമലയിലുള്ള നാവിക അക്കാദമിയിൽ നിന്നുള്ള സംഘം വരുന്നു, നേവിയുടെ സംഘം വരുന്നു. അവർ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാകുന്നു. നേവിയുടെ 60 അംഗ സംഘമാണ് ഇവിടത്തേക്ക് വരുന്നത്. അങ്ങനെയുള്ള ഒരു സമാനതകളില്ലാത്ത ഒരു രക്ഷാദൗത്യത്തിന്റെ ഭാഗമാകുന്നു. മറ്റൊന്ന് INS സമോറിയൻ എന്ന് പറയുന്ന ഇന്ത്യൻ സേനയുടെ ഏറ്റവും അത്യാധുനികമായ കപ്പൽ അറബിക്കടലിൽ നങ്കൂരമിട്ടുകൊണ്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് ആ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. കൂടാതെ ബെയിലി പാലവുമായി സൈന്യം എത്തുന്നു. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, നേരത്തെ ഞാൻ പറഞ്ഞ് പൂർത്തീകരിക്കാൻ വന്ന കാര്യം, ഏഴിമല നാവിക അക്കാദമിയിലെ 60 അംഗ സംഘം രക്ഷാപ്രവർത്തനത്തിൽ ചൂരൽ മലയിലെത്തുമ്പോൾ അതിന് ലഫ്റ്റനന്റ് കമാൻഡന്റ് ആശീർവാദ് നേതൃത്വം നൽകുമ്പോൾ അതിൽ 45 നാവികരുണ്ട്, 5 ഓഫീസർമാരുണ്ട്, 6 ഫയർ ഗാർഡ്സ് ഉണ്ട്, ഒരു ഡോക്ടർ അടങ്ങിയ ഒരു സംഘം, വിശദമായ ഒരു സംഘം തന്നെയാണ്, ഏറെ വിപുലമായ ഒരു സംഘം തന്നെയാണ് ഇവിടെ നേവിയുടേതായാലും ഇനി കരസേനയുടേതായാലും വ്യോമസേനയുടേതായാലും ഒക്കെ എത്തുന്നത്. ഇന്നലെ നമ്മൾ കണ്ടതാണ് വായുസേനയുടെ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ഒരുപാട് മനുഷ്യരെ എയർലിഫ്റ്റിംഗിലൂടെ, പ്രത്യേകിച്ച് റിസോർട്ടിൽ കുടുങ്ങിയ 100ഓളം മനുഷ്യരെ എയർലിഫ്റ്റിംഗിലൂടെ പുറത്തെടുക്കുന്നു. ഒപ്പം കണ്ണൂരിലെ DSCയിൽ നിന്നുള്ള സംഘം, കോഴിക്കോട് ഈ വെസ്റ്റ് ഹിൽ ബാരക്കിൽ നിന്നുള്ള സംഘം എത്തി ഒരു താൽക്കാലികമായ പാലം നിർമ്മിച്ച് ഈ മുണ്ടക്കയിൽ കുടുങ്ങിപ്പോയ മനുഷ്യരെ എല്ലാം തന്നെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇന്നത്തെ രക്ഷാപ്രവർത്തനത്തിന്റെ കാഴ്ച ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇന്ന് രാവിലെയുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ കാഴ്ചയാണ്. തെരച്ചിലിന് സ്നിഫർ നായകൾ വരുന്നു. അത് വഴി ഈ മണ്ണിൽ പുതഞ്ഞ് കിടക്കുന്നവരെ കണ്ടെത്താൻ സാധിക്കുമെന്ന് പറയുന്നു. രാജ്യം ഈ സമയത്ത് വയനാട്ടിലെ മനുഷ്യർ, പ്രത്യേകിച്ച് മലയാളികൾ, ഈ രാജ്യത്തിന്റെ കാവൽ ഭടന്മാരോട് അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുന്ന ഒരു വലിയ മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട് അവർക്ക് ബിഗ് സല്യൂട്ട് അർപ്പിക്കേണ്ട ഒരു നിമിഷമാണ്. സൈന്യത്തിന്റെ ആ സേവനം അത് എത്ര പറഞ്ഞാലും അത് മതിയാവില്ല എന്നുള്ളതാണ്. ഒരുപാട് മനുഷ്യരുടെ ചേതനയറ്റ ശരീരം കിടക്കുന്ന കണ്ണീർ ഭൂമിയിലേക്ക് രക്ഷാകരങ്ങളായി ഇന്ത്യൻ സൈന്യത്തിന്റെ വിവിധ വിഭാഗങ്ങൾ എത്തിക്കൊണ്ട് അവിടെ ദൗത്യം അതിലേർപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റൊന്ന്, ഈ ഒരു കണ്ണീർ ശ്മശാനം തന്നെയായി, നേരത്തെ പറഞ്ഞതുപോലെ സ്വപ്നങ്ങൾ എരിഞ്ഞടങ്ങിയ ഭൂമിയായി ഈ മുണ്ടക്കൈ പ്രദേശം മാറിയിരിക്കുകയാണ്. ചൊവ്വാഴ്ച രാത്രി 7 മണി മുതൽ ബുധനാഴ്ച പുലർച്ചെ 3 മണി വരെ 15 മൃതശരീരങ്ങളാണ് അവിടെയുള്ള ശ്മശാനത്തിൽ, അതായത് ഇവിടെയുള്ള മേപ്പാടിയിലെ പൊതുശ്മശാനത്തിലായിരുന്നു ചില ആളുകളുടെ മൃതദേഹം സംസ്കരിച്ചത്. ആ മൃതദേഹം സംസ്കരിച്ചതിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ കണക്കുകൾ ഇപ്രകാരമാണ്. ചൊവ്വാഴ്ച രാത്രി 7 മണി മുതൽ ബുധനാഴ്ച പുലർച്ചെ 3 മണി വരെ 15 മൃതശരീരങ്ങൾ മേപ്പാടിയിലെ പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു. രാവിലെ 7 മണി മുതൽ ഇന്ന് രാവിലെ 7 മണി മുതൽ വീണ്ടും മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന ഒരു കാഴ്ച. ഇടതടവില്ലാതെ മൃതദേഹങ്ങൾ സംസ്കരിക്കേണ്ടി വരുന്ന ദയനീയമായ ഒരു കാഴ്ച. എപ്പോഴും നമുക്ക് ആ കാഴ്ചകളിലേക്ക് തന്നെ തിരിച്ച് വരേണ്ടിയിരിക്കുന്നു. നമുക്കിപ്പോൾ ഒരു ഇടവേള അനിവാര്യമാണ്. ഇടവേളയിലേക്ക്